ഇറാനെ ഇപ്പോഴങ്ങ് തീർത്ത് കളയാമെന്ന് പറഞ്ഞ അമേരിക്ക നിന്ന് വിയർക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ കാണാൻ സാധിച്ചത്. അവസാനമായി അമേരിക്കൻ ഡിസ്ട്രോയറുകൾ ഇറാൻ ഡ്രോണുകളുടെ മുന്നിൽ പിന്തിരിഞ്ഞോടുന്ന കാഴ്ച വരെ നമുക്ക് കാണേണ്ടി വന്നു. അമേരിക്കയ്ക്ക് ഇതിൽ പരം നാണം കെട്ടൊരു അവസ്ഥ വരാനില്ല എന്ന് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴിത് അമേരിക്കയെ വിറപ്പിക്കാനായി ഇറാന് കരുത്ത് പകരുന്ന രാജ്യം ഏതാണ് എന്നുള്ളതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ആ രാജ്യം ഇറാന് കൊടുക്കുന്ന ആയുധങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വരികയാണ്. അത് വേറൊരു രാജ്യവുമല്ല, റഷ്യയാണത്. റഷ്യയുടെ ഡ്രോണിന്റെ കരുത്തിലാണ് യുദ്ധമുഖം ഇറാൻ മാറ്റിവരയ്ക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാനും റഷ്യയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണം മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. അമേരിക്കൻ സൈന്യത്തിന് വൻ വെല്ലുവിളി ഉയർത്തുന്ന വിധത്തിൽ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും പരിശീലനവും റഷ്യ ഇറാന് നൽകുന്നതായി വെളിപ്പെടുത്തലുണ്ട്. യുക്രൈൻ യുദ്ധഭൂമിയിൽ റഷ്യ പയറ്റിത്തെളിഞ്ഞ ഡ്രോൺ വിദ്യകൾ ഇപ്പോൾ ടെഹ്റാനിലേക്ക് ഒഴുകുകയാണെന്ന പുതിയ കണ്ടെത്തലാണ്. ദി എക്കണോമിസ്റ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. റഷ്യൻ സൈനിക രഹസ്യാന്വേഷണ വിഭാഗമായ GRU തയ്യാറാക്കിയ 10 പേജുള്ള അതീവ രഹസ്യ രേഖയിലാണ് ഇറാന് നൽകുന്ന സൈനിക സഹായങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുള്ളത്. ഇറാനിയൻ തീരത്തെ ദ്വീപുകളുടെ ഭൂപടങ്ങളും 6 വിശദമായ രൂപരേഖയും അടങ്ങുന്ന രഹസ്യരേഖയിൽ അമേരിക്കൻ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇറാനെ എങ്ങനെയെല്ലാം സജ്ജമാക്കാമെന്ന് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. റഷ്യ ഇറാന് വാഗ്ദാനം ചെയ്ത ആയുധ ശേഖരത്തിൽ ഏറ്റവും അപകടകാരി 5000-ഓളം വരുന്ന ഷോർട്ട് റേഞ്ച് ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകളാണ്. സാധാരണ ഡ്രോണുകൾ റേഡിയോ സിഗ്നലുകൾ വഴിയാണ് നിയന്ത്രിക്കുന്നത് എന്നതിനാൽ ശത്രു സൈന്യത്തിന് അവയെ ജാം ചെയ്യാനോ ഓപ്പറേറ്ററെ കണ്ടെത്താനോ സാധിക്കും. എന്നാൽ ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾ വരുന്നതോടെ കഥ മാറുകയാണ്. റേഡിയോ സിഗ്നലുകൾക്ക് പകരം നേർത്ത വയറുകൾ വഴി നിയന്ത്രിക്കപ്പെടുന്നതിനാൽ അവയെ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് തടയാനാകില്ല. ഓപ്പറേറ്റർക്ക് തത്സമയം വ്യക്തതയുള്ള ദൃശ്യങ്ങൾ നൽകുന്നതിലൂടെ 40 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ പോലും കൃത്യമായി തകർക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശത്രുവിനെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം നിശബ്ദമായി ഇവയ്ക്ക് ആക്രമണം നടത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇത് തന്നെ ആയിരിക്കണം യഥാർത്ഥത്തിൽ അമേരിക്കൻ ഡിസ്ട്രോയറുകൾക്ക് നേരെ ഇറാൻ പ്രയോഗിച്ചത് എന്നാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.